ഇന്ന് മിസ് നിങ്ങളുടെ മുന്നേ വന്നിരിക്കുന്നത് പ്ലാന്റ് ഫിസിയോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററായ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റനുമായിട്ടാണ്. ആ ചാപ്റ്ററിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? C3 പ്ലാന്റ്സ്, C4 പ്ലാന്റ്സ്, ഫോട്ടോ റെസ്പിറേഷൻ, അങ്ങനെ ഒത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, ഇൻ C4 പ്ലാന്റ്സ് വൈ ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഹയസ്റ്റ് ഇൻ ബണ്ടിൽ ഷീറ്റ് സെൽസ്? C4 പ്ലാന്റ്സിൽ ബണ്ടിൽ ഷീറ്റ് സെല്ലുകളിൽ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കൂടുതലാണ് എന്ന് അവർ തന്നെ പറഞ്ഞിട്ട് അതിൻ്റെ റീസൺ ആണ് അവർ ചോദിക്കുന്നത് അല്ലേ? ഇപ്പോൾ നോക്കിയേ, ബണ്ടിൽ ഷീറ്റ് സെൽസ് ലാക്ക് ക്ലോറോപ്ലാസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നത്. പക്ഷെ നമുക്കറിയാം C4 പ്ലാന്റ്സിൻ്റെ ലീഫ് അനാട്ടമി, ക്രാൻസ് അനാട്ടമിയാണ്. ക്ലോറോപ്ലാസ്റ്റ് ഡൈമോർഫിസം കാണിക്കുന്ന ഒരു കേസാണ് ക്രാൻസ് അനാട്ടമി. അതായത് C4 പ്ലാന്റ്സിൻ്റെ ബണ്ടിൽ ഷീറ്റ് സെല്ലുകളിൽ ലാർജ് ക്ലോറോപ്ലാസ്റ്റുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം അല്ലേ? ആ ഒരു ഓപ്ഷൻ നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. Carboxylase, pepcase, fixes carbon dioxide directly in bundle sheet cells. ബണ്ടിൽ ഷീറ്റ് സെൽസിൽ രണ്ടാമതായിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടത്തുന്നത്. അത് റുബിസ്കോയാണ് ആണല്ലോ. അപ്പോൾ ഈ പെപ്കേസിൻ്റെ ആക്ഷൻ വരുന്നത് മീസോഫിൽ സെല്ലുകളിലേക്ക് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ മീസോഫിൽ സൈറ്റോപ്ലാസത്തിൽ വെച്ച് ഫിക്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാറ്റലിസ്റ്റാണ് പെപ്കേസ്. അതുണ്ടെങ്കിൽ നമുക്ക്, ആ ഒരു അറിവുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനും സ്കിപ്പ് ചെയ്യാം അല്ലേ? ഡീകാർബോക്സിലേഷൻ ഓഫ് C4 ആസിഡ്സ് റിലീസസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ബണ്ടിൽ ഷീറ്റ് സെൽസ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ C4 സൈക്കിൾ, C4 പാത്വേ അത്രത്തോളം നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? അതായത് C4 സൈക്കിളിൽ അല്ലെങ്കിൽ C4 പാത്വേയിൽ ആദ്യം C4 ആസിഡുകളാണ്. ഓക്സലോ അസറ്റിക് ആസിഡ്, ദെൻ മാലിക് ആസിഡ് അല്ലെങ്കിൽ അസ്പാർട്ടിക് ആസിഡ്, ഇങ്ങനെയുള്ള C4 ആസിഡുകൾ ഉണ്ടായിട്ട് അതെന്ത് ചെയ്യാണ്? അത് ബണ്ടിൽ ഷീറ്റ് സൈറ്റോപ്ലാസത്തിലേക്ക് വന്ന് ഡീകാർബോക്സിലേഷന് വിധേയമാണ് അല്ലേ? ഇപ്പോൾ മാലിക് ആസിഡൊക്കെ ഡീകാർബോക്സിലേറ്റ് ചെയ്തിട്ട് പൈറുവിക് ആസിഡ് ആകുകയാണ്. ആ കാർബൺ ഡൈ ഓക്സൈഡാണ് ബണ്ടിൽ ഷീറ്റ് സെല്ലിൻ്റെ ക്ലോറോപ്ലാസ്റ്റിനകത്തേക്ക് കയറി C3 സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ റുബിസ്കോയുടെ ചുറ്റും കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കൂട്ടുക എന്നൊരു ഉദ്ദേശത്തോടു കൂടെയാണ് ഈ മാലിക് ആസിഡ് അല്ലെങ്കിൽ അസ്പാർട്ടിക് ആസിഡൊക്കെ ബണ്ടിൽ ഷീറ്റ് സൈറ്റോപ്ലാസത്തിലേക്ക് ഇറങ്ങി വരുന്നത് അല്ലേ? ഡീകാർബോക്സിലേഷന് വിധേയമാകുന്നതും ഒക്കെ. സോ ദാറ്റ് ഇസ് ആൻസർ. ഇത് നമുക്ക് എന്തുകൊണ്ട് സ്കിപ്പ് ചെയ്യാം നോക്കിയേ. റുബിസ്കോ ഹാസ് ഹയർ അഫിനിറ്റി ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ മീസോഫിൽ സെൽസ്. അതിന് C4 പാത്വേയിൽ C4 പ്ലാന്റ്സിൽ മീസോഫിൽ സെല്ലുകളിൽ റുബിസ്കോ ഇല്ല. ബണ്ടിൽ ഷീറ്റ് ക്ലോറോപ്ലാസ്റ്റിൽ മാത്രമേ റുബിസ്കോയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അഫിനിറ്റി ഓഫ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കുകയോ നമ്മൾ ചിന്തിക്കുകയോ വേണ്ട. ഇവിടെ തന്നെ നോക്കിയേ, മീസോഫിൽ സെൽ, റുബിസ്കോ ഇത് തമ്മിൽ ചർച്ചയില്ല. അതുകൊണ്ട് നമുക്കിത് സ്കിപ്പ് ചെയ്യാം. സോ ആൻസർ ഈസ് C. മറ്റൊരു ക്വസ്റ്റനുമായിട്ട് ഉടനെ ടീച്ചർ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.